Developing appropriate standards and metrics. Customer performance assessment, customer relationship മാനേജ്മെൻറ്റിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് അസസ് ചെയ്യാനായിട്ട് നമ്മൾ അപ്രോപ്രിയേറ്റ് സ്റ്റാൻഡേർഡ്സും മെട്രിക്സും ഡെവലപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ മെഷേഴ്സ് ആൻഡ് KPI needed to ensure customer relationship management activities planned and performed effectively. കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റിൽ പ്ലാൻ ചെയ്യുന്നത് കൃത്യമായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടോ, എഫക്റ്റീവായിട്ട് ചെയ്യുന്നുണ്ടോ, ആ ഫീഡ്ബാക്ക് ലൂപ്പ് എക്സിസ്റ്റ് മാക്സിമൈസ് ഓർഗനൈസേഷണൽ ലേണിംഗ് ആൻഡ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനായിട്ട്, ഓർഗനൈസേഷനെ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ, അത് അസസ് ചെയ്ത് നോക്കാനാണ് അപ്രോപ്രിയേറ്റ് സ്റ്റാൻഡേർഡ്സ് ഡെവലപ്പ് ചെയ്യുന്നത്. 5 ഇൻ്റർനാഷണൽ ക്രോസ് ഫങ്ഷണൽ പ്രോസസ്സാണ് സ്ട്രാറ്റജി ഡെവലപ്മെൻറ്റ് പ്രോസസ്സ്, വാല്യൂ ക്രിയേഷൻ പ്രോസസ്സ്, മൾട്ടി ചാനൽ ഇൻ്റഗ്രേഷൻ പ്രോസസ്സ്, ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് പ്രോസസ്സ്, പെർഫോമൻസ് അസസ്മെൻറ്റ് പ്രോസസ്സ്. അതാണ് ഇതിന് മെയിനായിട്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ ദീസ് പ്രോസസ് ആൻഡ് how the organization delivers value to customer while enhancing the value received by the company in terms of shareholder result. ഷെയർഹോൾഡേഴ്സിൻ്റെ റിസൾട്ട്, അതായത് പ്രോഫിറ്റ് മാക്സിമൈസേഷനും വെൽത്തും അതുപോലെ തന്നെ ഗ്രോത്തും ഒക്കെ ഉണ്ടാകുമ്പോൾ ഈ കസ്റ്റമേഴ്സിൻ്റെ വാല്യൂ ഡെലിവറി ചെയ്യുന്നത് എത്രമാത്രം പെർഫെക്റ്റ് ആവുന്നുണ്ട് അത് നമ്മൾ അസസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഇതിനുള്ള സ്റ്റാൻഡേർഡ് CRM സ്റ്റാൻഡേർഡ്സ് ആൻഡ് മെട്രിക്സ് എന്ന് പറയുന്നത്. അതായത് അവരുടെ ഡെവലപ്മെൻറ്റ് എങ്ങനെയുണ്ട്, കസ്റ്റമർ പെർഫോമൻസ് എങ്ങനെ നന്നായി ചെയ്യാൻ പറ്റുന്നുണ്ട്, അതൊക്കെ അസസ് ചെയ്ത് നോക്കുകയാണ് ചെയ്യുന്നത്. CMAT-TM is proprietary assessment tool understanding how well the organization manage its customers. QCI കസ്റ്റമർ മാനേജ്മെൻറ്റ് ടൂള് CMAT ആണ്. അത് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ് കസ്റ്റമേഴ്സിനെ മാനേജ് ചെയ്യുന്നത്, അത് എത്രമാത്രം നല്ല രീതിയിൽ അസസ്മെൻറ്റ് ടൂൾ ഫോർ അണ്ടർസ്റ്റാൻഡിങ് ഹൗ വെൽ ആൻ ഓർഗനൈസേഷൻ എങ്ങനെയാണ് നല്ല രീതിയിൽ കസ്റ്റമേഴ്സിനെ മാനേജ് ചെയ്യുന്നത്. അതിന് ഇറ്റ് ക്യാരീസ് ഔട്ട് ബൈ ട്രെയിൻഡ് അസസേഴ്സ് ആൻഡ് ഹു എക്സ്പീരിയൻസ് CRM പ്രാക്ടീഷണർ QCI അസസ്മെൻറ്റ് ലിമിറ്റഡ് സ്പെഷ്യലിസ്റ്റ്. അതായത് ഈ QCM അസസ്മെൻറ്റ് ലിമിറ്റഡിൽ നമ്മൾ ചെയ്യുന്നത് അസസേഴ്സ്, അതിനെക്കുറിച്ച് ട്രെയിൻഡ് ആയിട്ടുള്ള അസസേഴ്സാണ് നമ്മുടെ CRMൻ്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് അസസ് ചെയ്ത് നോക്കുന്നത്. ദ മോഡൽ ബേസ്ഡ് ഓൺ ദ ഫോളോയിങ് എലമെൻറ്റ്സ് അനാലിസിസ് ആൻഡ് പ്ലാനിങ്, അതിൻ്റെ പ്ലാനിങ് കാര്യങ്ങൾ നടത്തും. പ്രപ്പോസിഷൻസ്, വാല്യൂ പ്രപ്പോസിഷൻസ് നോക്കും. പീപ്പിൾ ആൻഡ് ഓർഗനൈസേഷൻ, ഇൻഫർമേഷൻ ടെക്നോളജി, പ്രോസസ് മാനേജ്മെൻറ്റ്, കസ്റ്റമർ മാനേജ്മെൻറ്റ് ആക്ടിവിറ്റി, മെഷറിംഗ് ദി ഇഫക്റ്റ്, കസ്റ്റമർ എക്സ്പീരിയൻസ്. ഇതൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഈ അസസേഴ്സ്, ട്രെയിൻഡ് ആയിട്ടുള്ള അസസേഴ്സ് കസ്റ്റമർ മാനേജ്മെൻറ്റ് അസസ്മെൻറ്റ് ടൂൾ വെച്ചിട്ട് ചെയ്തു നോക്കും. ഇതിന് സാധാരണഗതിയിൽ നമ്മൾ ഓർഗനൈസേഷൻ സ്ട്രക്ചർ, റോൾ ഐഡൻറ്റിഫിക്കേഷൻ, കോമ്പിറ്റൻസി ഡെഫിനേഷൻ, ഗ്യാപ്പ് അനാലിസിസ്, ട്രെയിനിങ് റിക്വയർമെൻറ്റ്, റിസോഴ്സസ്, ഒബ്ജക്റ്റീവ് സെറ്റിംഗ് ആൻഡ് സപ്ലൈസ്. ഇതിന് നമ്മൾ ചെയ്യുന്നത്, ഇതൊക്കെ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യുന്നത് ഒരു 250 ക്വസ്റ്റ്യൻസ് ആണ്. ആ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നമ്മൾ അസസ് ചെയ്ത് നോക്കുകയാണ് ആ ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചർ, റോള്, ഓരോരുത്തരുടെ റോൾ അവരെങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്, അവരുടെ കോമ്പിറ്റൻസീസ് എങ്ങനെയുണ്ട്, അവർക്ക് എത്രമാത്രം ട്രെയിനിങ് ബെനിഫിഷ്യൽ ആയിട്ടുണ്ട്, സെറ്റിങ്സ് ഒബ്ജക്റ്റീവായിട്ടുള്ള സെറ്റ് ചെയ്യുമ്പോൾ അതെങ്ങനെ ക്ലിയർ ആവുന്നുണ്ട്, അങ്ങനെയുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്, സ്റ്റാൻഡേർഡ്സിൽ ചെയ്യുന്നത്. രണ്ടാമത്തെയാണ് കസ്റ്റമർ ഓപ്പറേഷൻസ് പെർഫോമൻസ് സെൻറ്റർ സ്റ്റാൻഡേർഡ്, COPC സ്റ്റാൻഡേർഡ് ഡെവലപ്ഡ് ബൈ യൂസേഴ്സ് ഓഫ് കസ്റ്റമർ സർവീസ് സെൻറ്റർ. കസ്റ്റമർ സർവീസ് സെൻറ്ററാണ്, കോൾ സെൻറ്റേഴ്സ് അങ്ങനെയുള്ളതാണ് ഇവർ ഇതുപോലെ അസസ് ചെയ്ത് നോക്കുന്നത്. നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ വാല്യൂ അസസ് ചെയ്ത് നോക്കുന്നത്. ഡെവലപ്പേഴ്സ് ഓഫ് ദിസ് സ്റ്റാൻഡേർഡ് ബിലീവ് ദാറ്റ് ഇംപ്രൂവ്മെൻറ്റ് സ്റ്റാൻഡേർഡ്സ് കുഡ് ഹെൽപ്പ് ഓഗ്മെൻറ്റ് സർവീസ് ക്വാളിറ്റി വിത്തിൻ ദ സർവീസ് എൻവയോൺമെൻറ്റ്. ആ സർവീസ് എൻവയോൺമെൻറ്റിൽ ഓഗ്മെൻറ്റഡ് സർവീസ്, അതായത് ഇല്ലാത്ത ഒരു സർവീസാണ് ഓഗ്മെൻറ്റ്, അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ്, ആ സിറ്റുവേഷൻ അനുസരിച്ച് ക്രിയേറ്റ് ചെയ്യണം. അതുവരെ ചെയ്യാത്ത ഒരു സിറ്റുവേഷനെ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഓഗ്മെൻറ്റഡ് സർവീസ്. അവിടെ ഇങ്ങനെ അത് ആപ്റ്റ് ആവും എന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. ജസ്റ്റ് ഹാസ് ബീൻ മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രി ദാറ്റ് എംപ്ലോയ്ഡ് സിമിലർ ക്വാളിറ്റി മെഷേഴ്സ്. മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രീസിൽ നമ്മൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതിന് മുമ്പ് മിനിയേച്ചറൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് ചെക്ക് ചെയ്യുന്ന പോലെ തന്നെ സർവീസ് കൊടുക്കുന്നതിന് മുന്നേ തന്നെ ആ സർവീസ് കൊടുക്കുമ്പോൾ നമുക്കതിന് വരുന്ന ഇഷ്യൂസും കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്തിട്ട് അതിനെക്കുറിച്ച് പഠിച്ചിട്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതാണ് COC സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ. ഓൾദോ സം സർവീസ് പ്രൊഡക്ട്സ് യൂസ്ഡ് എക്സിസ്റ്റിംഗ് സ്റ്റാൻഡേർഡ്സ് ISO 9000. ദിസ് ഓറിയൻറ്റഡ് ടുവാർഡ്സ് മാനുഫാക്ചറിംഗ് ഇസ് ഫെയിൽ ടു ഗീവ് ഓപ്പറേഷണൽ ബെനിഫിറ്റ് വേർ നീഡഡ് ടു സർവീസ് ബിസിനസ്. അതായത് ISO 9000-ലൊക്കെ നമ്മൾ ഇതുപോലെ സ്റ്റാൻഡേർഡ്സ് ഫിക്സ് ചെയ്യും, ഇന്ന സ്റ്റാൻഡേർഡുകൾ പെർഫോമൻസ് ചെയ്യണം എന്നത്. ആ പെർഫോമൻസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് മെഷർ ചെയ്ത് നോക്കുകയാണ് ചെയ്യുന്നത്. COPC 2000 സ്റ്റാൻഡേർഡ് 10 അവാർഡഡ് കമ്പനി സക്സസ്ഫുള്ളി കംപ്ലീറ്റിംഗ് ഫോമൽ ഓഡിറ്റ് മെഷറിംഗ് ദി എഫക്റ്റീവ്നെസ് ഓഫ് ഇൻറ്റേർണൽ കസ്റ്റമർ ഫേസിംഗ് ഓപ്പറേഷൻ. ആ കസ്റ്റമർ ഫേസിംഗ് ഓപ്പറേഷൻസ് കൃത്യമായിട്ട് ചെയ്യുന്ന അതിൻ്റെ ഇഫക്റ്റീവ്നെസ് ആണ് COPCയിൽ നമ്മൾ 2000-ൽ മെഷർ ചെയ്യുന്നത്. അത് സർവീസ് സെൻറ്ററിലാണെങ്കിലും അതുപോലെ തന്നെ മാനുഫാക്ചറിംഗ് ഓർഗനൈസേഷൻ ആണെങ്കിലും. COPC സ്റ്റാൻഡേർഡ് ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് വെൽ ഓർഗനൈസ്ഡ് ക്രൈറ്റീരിയ
ക്രൈറ്റീരിയ യൂസ്ഡ് ബൈ മാൽക്കോം ബാൽറിഡ്ജ് ക്വാളിറ്റി അവാർഡ്. അതിൽ വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ക്രൈറ്റീരിയകളുണ്ട്. പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സ്, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷന്, പ്രൊഡക്റ്റ് സർവീസ് ക്വാളിറ്റി, എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ, സപ്ലൈ പെർഫോമൻസ്. ഇനി പ്രോസസ്സിലും ഉണ്ട് അതുപോലെ തന്നെ കൺട്രോൾ ചെയ്യാനായിട്ട് സപ്ലയർ മാനേജ്, അതുപോലെ തന്നെ പീപ്പിൾ, റിക്രൂട്ട്മെൻറ്റ്, ഡെവലപ്മെൻറ്റ്, പ്ലാനിങ്, അതിലൊക്കെ എങ്ങനെയാണ് അവർ ആക്ടിവിറ്റീസ് ചെയ്യുന്നത് എന്നുള്ളത് COPC വെച്ചിട്ട് ആ സ്റ്റാൻഡേർഡ് വെച്ചിട്ട് നമ്മൾ അസസ് ചെയ്ത് നോക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ.